ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ ദീപ്തിയുടെ ഭർത്താവും ഉണ്ട് ഈ ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തുന്ന രീതിയിലുണ്ടെങ്കിൽ കൊണ്ടുവരുന്നതായിട്ട് ഒരുപാട് വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ ഇതേ കണക്ക് ആ കുട്ടിയെ വളർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇതേ കണക്ക് ദീപ്തിയുടെ ഭർത്താവും ചേർന്ന് ആ കുട്ടിയെ കുറച്ച് നാളത്തേക്ക് വളർത്താമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ചൈൽഡ് വെൽഫെയറിലൊക്കെ. ഇത് എനിക്ക് കുട്ടിയെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ലെന്നുള്ള രീതിയിൽ. അതേ സമയത്ത് ഒരുപാട് പേരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് കുട്ടികളെ അവർ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേ കണക്ക് ആൾക്കാർ സഹായിക്കുന്നത് നല്ലതല്ലയോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം ഉണ്ട് ഈ ചൈൽഡ് വെൽഫെയർക്കാർ ഇതേ കണക്കുണ്ട് ഈ ദീപ്തിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞാൽ അത് അതേ കണക്ക് നടക്കത്തില്ല, ഒരുപാട് പേര് ഇതേ കണക്ക് കംപ്ലയിൻ്റ് ഒക്കെ പറയുന്നുണ്ടെന്നുള്ള രീതി പറഞ്ഞു. സോ അവസാനം ഉണ്ട് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടാക്കാൻ പോകുന്നതാണ് ദീപ്തി അവസാനമായിട്ട് പറഞ്ഞിരുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് തോന്നും അവർ ചെയ്തത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഈ ദീപ്തി ഒരുപാട് പേർക്ക് ഇതേ കണക്ക് കുട്ടികളെ വളർത്താൻ സാധിക്കത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്ക് ഇതേ കണക്ക് നോക്കാൻ പറ്റുന്നവർ നോക്കുന്നത് നല്ല കാര്യമില്ലെന്ന് ഒരുപാട് പേർക്ക് തോന്നും. എന്നാൽ പോലും അതിൻ്റെ വേറൊരു സൈഡും ഉണ്ട്. ചിലപ്പോഴത്തേക്ക് ഈ കൊണ്ടുപോകുന്നവരുടെ സ്വഭാവം എന്തെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇതേ കണക്ക് വീഡിയോ കാണുന്നത് മാത്രമായിരിക്കത്തില്ല, അതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഒരു കുട്ടിയുടെ സേഫ്റ്റി നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാതാപിതാക്കളൂടെ വളരുന്നത് തന്നെയാണ് ശരി. ഇപ്പോൾ വീട്ടിൽ വളരുമ്പോൾ എല്ലാം സുഖമായിട്ടിരിക്കുന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ വിടുന്നതിനേക്കാൾ സേഫാണ് വീട്ടിൽ നിന്ന് തന്നെ നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.